വർദ്ധിച്ചു വരുന്ന മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പെരുമ്പള്ളി അസീസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ നടത്തുന്ന അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ നടത്തുന്ന ഈ വിപത്തിനെതിരെയുള്ള ഒരു സ്ട്രീറ്റ് പ്ലേ ആണ്, തെരുവ് നാടകമാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സാന്നിധ്യ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പെരുമ്പള്ളി അസീസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ അധ്യാപകന്മാരെയും പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെയും അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളെയും ക്യാരക്ടർ റോൾ അവതരിപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ കേവര സെന്റ് ജോസഫ് ഇടവകയുടെ പേരിലുള്ള കൃത്യമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. ലഹരിക്കെതിരെയുള്ള അവബോധം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാലഘട്ടമാണിത്. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരെ വരെ തന്റെ പരിധിയിലാക്കാൻ തക്ക ശക്തിയുള്ള ഒരു മഹാവിപത്താണ് ഇന്ന് ലഹരി. നാം നമ്മുടെ ജീവിതത്തിൽ എടുത്തു വെക്കുന്ന ഓരോ ചുവടും സദാ ജാഗ്രതയോടെ ആയിരിക്കണം. സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ പിടികൂടാനായി പതുങ്ങിയിരിക്കുന്ന ലഹരി കൈകളാണ് ഇന്ന് ചുറ്റിലും. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും നശിപ്പിക്കാനുള്ള ശക്തി ഈ ലഹരിക്കുണ്ട്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ലഹരിയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ജീവിതമാണ് ലഹരി, ജീവിതമായിരിക്കണം ലഹരി എന്ന സന്ദേശം ഈ ലോകത്തിന് മുൻപിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തോടുള്ള മത്സരമായിരിക്കട്ടെ നമ്മുടെ ലഹരി. ലഹരിക്കെതിരെ അസീസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ പെരുമ്പള്ളി അവതരിപ്പിക്കുന്ന ഒരു തെരുവ് നാടകം, ലഹരിക്കെതിരെ ഒരു ജ്വാല. ലഹരിയാണെല്ലാം ലഹരിയാണെല്ലാം നമ്മെ തകർക്കുന്ന ലഹരിയാണെല്ലാം 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 സർവം നശിപ്പിക്കും ലഹരിയാണെല്ലാം സൗഹൃദ മധുരമായി മാടി വിളിക്കുന്ന കൊടും ചതിയാണല്ലോ ലഹരിക്കണി. ഓടിക്കളിക്കേണ്ട ബാല്യത്തിൽ പോലും ലഹരിക്കടിമയായി തീർന്നുവല്ലോ. നമ്മളെ കാർന്നു തിന്നാനൊരുങ്ങുന്ന കാളകൂട വിഷമാണിതെന്നോർക്കുക. ജീവിതം തന്നെ ലഹരിയായി തീർക്കുക. മുന്നേറിയുണരുക പ്രിയ കൂട്ടരെ, മുന്നേറിയുണരുക പ്രിയ കൂട്ടരെ. എന്റെ മകൻ പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നല്ലോ. പഠനം അവനെന്റെ ഇഷ്ടമായിരുന്നല്ലോ. അവനെ തനിച്ചാക്കി പണമുണ്ടാക്കാൻ വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾ പോയപ്പോൾ അവന്റെ കളിച്ചിരികളും കുസൃതികളും ആസ്വദിക്കാനും അവന്റെ ഒപ്പം സമയം ചെലവഴിക്കാനും സാധിച്ചില്ല. ഇന്ന് പണവും പ്രതാപവും കൈപ്പിടിയിലായപ്പോൾ അവന്റെ അമ്മ എന്നൊരു വിളിക്കായി ഞാൻ കാതോർത്തിരിക്കുകയാണ്. അന്ന് ഞാൻ എന്റെ കുഞ്ഞിനോടൊപ്പം സമയം ചെലവഴിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഗതി വരില്ലായിരുന്നു. എന്റെ മകൻ അവൻ എത്ര നന്നായി ചിത്രം വരയ്ക്കുമായിരുന്നോ. എന്ത് മനോഹരമായ ചിത്രങ്ങളായിരുന്നു അതെല്ലാം. അവന്റെ ചിത്രങ്ങൾക്ക് ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവന്റെ ക്യാൻവാസിൽ വെറും കുത്തിവരകൾ മാത്രം. ആരാണ് നിങ്ങൾ ഓരോരുത്തരും അല്ല, നമ്മൾ ഓരോരുത്തരും. നിങ്ങളുടെ കഥയാണിത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കഥ. വല വിരിച്ചു കാത്തിരിക്കുന്ന ഇരപിടിയന്മാരുടെ കഥ, കാളകൂട വിഷവുമായി എത്തുന്നവരുടെ കഥ.
താനേ തനെ താനാനേ തനെ താനേ തനെ താനാനേ താനേ തനെ താനാനേ തനെ താനേ തനെ താനാനേ. എന്താ നോക്കുന്നേ? എന്താ എന്നെ കണ്ടിട്ടുണ്ടോ? ഛേ, എന്നിങ്ങനെ നോക്കല്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാനൊരു കച്ചവടം ചെയ്യുന്നുണ്ട്. 10-100 ലക്ഷങ്ങൾ വിലമതിക്കുന്ന കച്ചവടം. കൂടുന്നു എന്റെ കൂടെ, കൂടുന്നു. പണം പണം പണം. ഓ, മനസ്സിലായില്ലേ അവനെ? നമ്മുടെ ചിന്തയെയും ബുദ്ധിശക്തിയെയും ശാരീരിക ശേഷിയെയും നമ്മുടെ തലമുറകളെ നശിപ്പിക്കുന്ന വ്യക്തി, നമ്മുടെ മരണദൂതൻ. കൊച്ചുകുട്ടികൾ മുതൽ ഈ രാജ്യത്തിന്റെ ഭാവി തലമുറയെ തന്നെ ഇല്ലാതാക്കാൻ ശക്തിയുള്ള മഹാവിപത്തിന്റെ സന്തതികളാണിവർ. മഹാവിപത്തിന്റെ സന്തതികൾ. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും നല്ല തിരക്കുണ്ടല്ലേ? തിരക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ കൂടെ വരൂ. ഈശ്വര, നിന്റെ കഷ്ടപ്പാട്. രാവ് വെളുക്കോളം മറ്റു വീടുകളിലെ ജോലികളൊക്കെ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഒരു മകനുള്ളത് സ്നേഹത്തോടെ ഒരു വാക്ക് വിളിക്കാറില്ല. എന്താ മോനെ? കാശ് കാശ് കാശ്, ഇതെല്ലാം എനിക്കൊന്നും പറയാനില്ലേ? എന്റെ കയ്യിൽ കാശില്ല. മോനെ, നിനക്ക് എന്തിനാ കാശ്? എന്റെ അവസ്ഥ നിനക്കറിയില്ലേ? കുടിച്ചു അങ്ങേരും പോയി, നീയും ആളി തന്നെ. എനിക്കതൊന്നും കേൾക്കണ്ട. നമ്മുടെ പേഴ്സ് എന്ത്? അത് ഞാൻ തരില്ല. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ അത്. മോനെ, അതെടുക്കരുത് മോനെ. നാളെയുടെ സ്വപ്നങ്ങൾ നെഞ്ചേറ്റി അണയുന്ന യുവതയുടെ മുതുകേറി അണയുന്നു മരണം. ഇരുളിന്റെ വഴികളിൽ സന്ധ്യയിൽ പുലരിയിൽ ചാവിന്റെ മണവുമായി അണയുന്നു മരണം. പുതുമണ്ണിൻ തായ്വേരിൽ തളിരിടും ചെഞ്ചോര ചിതറിത്തെറിപ്പിക്കും മരണം. വചനത്തിൽ ഗാനത്തിൽ മൗനത്തിലും നിറഞ്ഞുലയും ചിലമ്പുമായി മരണം. വചനത്തിൽ ഗാനത്തിൽ മൗനത്തിലും നിറഞ്ഞുലയും ചിലമ്പുമായി മരണം. പ്രിയമുള്ളവരെ, ഇത് കേവലം ഒരു തെരുവ് നാടകമല്ല. ഓരോ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വേദനയും കണ്ണീരും പറഞ്ഞു തരുന്ന ദൃശ്യവേദനയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ലഹരിക്കിടം കൊടുക്കരുത്. നിങ്ങളെപ്പോലെ കണ്ടിരിക്കുന്നവർ ഉണരുമ്പോഴാണ് ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. മറക്കരുത്, ഓരോ ഉണരലും ഓരോ ജീവനെ രക്ഷിക്കും. Say no to drugs. Stay away from drugs. പല വഴി പാഞ്ഞിടുമ്പോൾ കാലം കലപ്പില പോകുമ്പോൾ ചില വഴിയിൽ ചെന്നെത്തിയിടുമ്പോൾ പണി കിട്ടാം പിടി വീഴാം എന്നെന്നും ഓർക്കാമൊന്ന് ഒന്നായി പറയണമൊന്ന്. Say no to drugs. Stay away from drugs. Do you wanna meet your end? Keep it in your mind.
is a dirty business. Say no to drugs. Stay away from drugs. നാടിൻ കിളി മനസ്സുകളിൽ ഇരുളു വീഴ്ത്തുന്നേ കാർമേഘ ചുരുളുകളെ അകറ്റി നിർത്താനായി നാടിൻ കിളി മനസ്സുകളിൽ ഇരുളു വീഴ്ത്തുന്നേ കാർമേഘ ചുരുളുകളെ അകറ്റി നിർത്താനായി ഉണർന്നെണീക്കുക കരം പിടിക്കുക പ്രതിവിധി പ്രതിരോധത്തിൽ പകച്ചിടാതെ അണിചേർന്നിടുക അവബോധം പ്രതിരോധം പുകഞ്ഞു തീരില്ലെന്ന് നെഞ്ചിൽ തൊട്ട് പറയാം നിനക്കു വേണ്ടി എനിക്കു വേണ്ടി നാടിനു വേണ്ടി പറയാം കരിഞ്ഞു വീണു പലരും നമ്മുടെ കണ്ണിനു മുന്നിൽ നോവാൻ വീണതിലേറ്റം കുട്ടികളെന്നത് മുറിവത് നെഞ്ചിൽ വ്രണമായി പിടഞ്ഞെണീക്കുക തളർന്നിടാതെ വൈകരുതേയാലും നാമല്ലാതെ നമുക്കാര് കൈകോർക്കാമീ നാടിനായി പതഞ്ഞു പൊന്തും ലഹരിക്കടിപ്പെടുത്താനായി നമുക്കു ചുറ്റും കഴുകൻ കണ്ണുകൾ ഒളിഞ്ഞിരിക്കുവതെന്ന് അടുത്തുകൂടി അറിയാതകപ്പെടുത്തി പിന്നെ പൊഴിഞ്ഞു പോകുവതാരുടെ ജന്മം തിരിച്ചറിയുക നാം. രസിച്ചിടും ആദ്യം അടിമുടി തളർത്തിടും അതിവേഗം തിരിച്ചു കേറാൻ ചികിത്സ മാത്രം കരുതിയിരിക്കുക നാമല്ലാതെ നമുക്കാര് കൈകോർക്കാമീ നാടില്ല. എല്ലാവർക്കും എന്റെ ഹൃദയപൂർവമായ നമസ്കാരം. ലഹരിക്കെതിരെയുള്ള ഞങ്ങളുടെ തിരുനാടകം ശ്രദ്ധാപൂർവം കാണുകയും അതിന്റെ സന്ദേശം മനസ്സിലാക്കുകയും ചെയ്ത എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരാശയം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ സജ്ജരാക്കിയ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജെനിൻ ആന്റണി മരോട്ടിപ്പറമ്പിലിനും പ്രിൻസിപ്പൽ അനിത മാമിനും മാനേജർ നിഷിൽ സാറിനും വൈസ് പ്രിൻസിപ്പൽ മെൽന മിസ്സിനും മറ്റ് അധ്യാപകർക്കും അനധ്യാപകർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്കായി ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട തേവര സെന്റ് ജോസഫ് പള്ളിയുടെ വക വികാരി ജൂഡിസ് പനക്കൽ അച്ഛനും മറ്റ് ഭാരവാഹികൾക്കും ഇടവകാംഗങ്ങൾക്കും അസിസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ പെരുമ്പിള്ളിയുടെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. ലഹരിക്കെതിരെയുള്ള ഞങ്ങളുടെ ഉദ്യമത്തിന് എല്ലാം ചുക്കാൻ പിടിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി ഈ സമയം അറിയിക്കുന്നു.